ഹായ് ക്രിയേറ്റേഴ്സ്, നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 7 അപ്ഡേറ്റുകൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണെന്ന് പറയാം. ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ വ്യൂസിനെ ബാധിക്കുന്ന, നിങ്ങളുടെ റവന്യൂവിനെ ബാധിക്കുന്ന അപ്ഡേറ്റുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഈ 7 അപ്ഡേറ്റും വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യൂട്യൂബിൽ വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിയേറ്റർ ആണെങ്കിൽ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ വീഡിയോസ് ചെയ്യാൻ. അതുകൊണ്ടൊക്കെ ഇത് അറിയാതെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും നമുക്ക് വ്യൂസും റവന്യൂ ഒന്നും വരാത്തത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഈ 7 അപ്ഡേറ്റുകളെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ അപ്ഡേറ്റ്, സാധാരണ നമ്മൾ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ ഹോം പേജിൽ നമ്മൾ ഒരുപാട് വീഡിയോസുകൾ നമുക്ക് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്ത് കാണാൻ പറ്റും. പക്ഷെ അത് യൂട്യൂബിന്റെ അൽഗോരിതം പ്രകാരമാണ് നമുക്കത് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ എൻ്റെ യൂട്യൂബ് ഹോം പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോസ് അതിൽ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഇനി മുതൽ നമ്മുടെ വ്യൂവേഴ്സിന്, നമ്മളെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക്, സാധാരണ പ്രേക്ഷകർക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അവരുടെ ഹോം പേജിൽ. അതായത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഉള്ള വീഡിയോസുകളാണ് എനിക്ക് വേണ്ടത്. ഞാൻ യൂട്യൂബ് ഹോം പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ ഫീഡിൽ അങ്ങനെയുള്ള വീഡിയോസുകൾ, ടെക് പരമായിട്ടുള്ളത് മതി. അതല്ലെങ്കിൽ ഇപ്പോൾ ഫുട്ബോൾ റിലേറ്റഡ്, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, അത് നമുക്ക് ഒരു പ്രത്യേക സബ്ജക്റ്റ് മാത്രമായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഒരു അപ്ഡേറ്റ് യൂട്യൂബിൽ വരുന്നു. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ യഥാർത്ഥ ഓഡിയൻസിലേക്ക് ഇത് എത്താൻ കൂടുതൽ ഹെൽപ്ഫുൾ ആകും. പക്ഷെ എൻ്റെ ചാനൽ അത് കറക്റ്റ് ആയിട്ട് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും SEO ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഇത് നല്ല രീതിയിൽ വർക്ക് ആകുന്നതാണ്. അപ്പൊ എന്തായാലും വളരെ വലിയൊരു മാറ്റാണ് യൂട്യൂബിൽ വരുന്നത് എന്ന് പറയാം. കാരണം ഇതുവരെ യൂട്യൂബ് ആ പ്രേക്ഷകരുടെ ഒരു വാച്ച് ടൈമും എൻഗേജ്മെന്റ് ഒക്കെ നോക്കിയിട്ട്, അവരുടെ വാച്ച് ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ട് യൂട്യൂബ് ഓട്ടോമാറ്റിക് ആയിട്ട് പല വീഡിയോസ് സജസ്റ്റ് ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് തന്നെ ഇനി മുതൽ അത് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇന്ന സബ്ജക്റ്റുകളാണ് വേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളത് യൂട്യൂബിൽ വളരെ വലിയൊരു മാറ്റമാണെന്ന് പറയാം. ഇതെങ്ങനെ നമ്മൾ എഫക്റ്റ് ചെയ്യും, നിങ്ങളുടെ വ്യൂസ് കുറയുകയോ കൂടുക എന്നുള്ളതൊക്കെ ശരിക്കും നമുക്കത് വന്ന് കൂടുതൽ അനലിറ്റിക്സ് ചെക്ക് ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റുക. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ യഥാർത്ഥ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമ്മുടെ വീഡിയോസ് എത്താൻ ഇത് കൂടുതൽ സഹായകരമാകും. കാരണം നിങ്ങൾ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ചെയ്യുമ്പോൾ, ഒരു പക്ഷെ നിങ്ങൾ ഇന്ന് സ്പോർട്സിനെ കുറിച്ച് ചെയ്തു, നാളെ വേറൊരു സബ്ജക്റ്റിനെ കുറിച്ച് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് തന്നെ കറക്റ്റ് ഈ വീഡിയോ യൂട്യൂബ് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിക്ക് വരാനും വ്യൂസ് വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പൊ റൈറ്റ് ഓഡിയൻസിലേക്ക് എത്താൻ ഇത് കാരണമാകുമെങ്കിൽ വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ഇത് വർക്ക് ആവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വ്യൂസ് കൂടും, സ്വാഭാവികമായിട്ടും വാച്ച് ടൈമും റവന്യൂ ഒക്കെ കൂടുന്നതാണ്. അപ്പൊ ഇതാണ് ആദ്യത്തെ അപ്ഡേറ്റ്. രണ്ടാമത്തെ അപ്ഡേറ്റ് നോക്കാം. നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൾട്ടേർഡ് കണ്ടന്റ് എന്നുള്ളത് നമുക്കിപ്പോൾ ഒരു AI യൂസ് എന്ന് മാറിയിട്ടുണ്ട്. അത് യൂട്യൂബിൽ പുതിയൊരു മാറ്റം വന്നതാണ്. അപ്പൊ അത് നമുക്കറിയാം, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. AI യൂസ് യെസ് കൊടുക്കേണ്ടത് എപ്പോഴാണ്, നോ കൊടുക്കേണ്ടത് എപ്പോഴാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കൊടുക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് കണ്ട് സംശയം മാറ്റാം. ഒരുപാട് പേർക്ക് ഈ AI യൂസ് യെസ് കൊടുക്കണം, നോ കൊടുക്കണം എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾ തംബ്നെയിൽ ഒരു AI വെച്ച് ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾ ഇതിൽ യെസ് കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ നിങ്ങളുടെ ഫോട്ടോ ഒന്ന് ബ്രൈറ്റ്നസ് കൂട്ടി കുറച്ചു, കോൺട്രാസ്റ്റ് കൂട്ടി കുറച്ചു, ഇതിനൊന്നും നിങ്ങൾ യെസ് കൊടുക്കേണ്ടതില്ല. പലരും അങ്ങനെ പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോയിൽ നിങ്ങളുടെ ക്ലാരിറ്റി കൂട്ടുക, കുറയ്ക്കുക, ഓഡിയോ ഫിൽട്ടർ ചെയ്യുക, അങ്ങനത്തെ സൗണ്ട് കൂട്ടിയാൽ കുറയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യെസ് കൊടുക്കണമെന്ന് പലരും പറയുന്നുണ്ട്. അത് തെറ്റാണ്. നിങ്ങൾ എപ്പോഴാണ് യെസ് കൊടുക്കേണ്ടത്? നിങ്ങൾ ആ ഒരു വീഡിയോയിൽ ഒരു വ്യക്തി പറഞ്ഞിട്ടില്ലാത്ത കാര്യം പറഞ്ഞ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കണം. അതുപോലെ ഒരു ഒരു റിയൽ ആയിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോൾ അവിടെ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞു, അതുപോലെ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ മമ്മൂട്ടി, മോഹൻലാൽ, സെലിബ്രിറ്റീസ് ഒക്കെ അവർ പറയാത്തൊരു പ്രസ്താവനയായി ഉപയോഗിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ യെസ് കൊടുക്കണം. അതുപോലെ ഇപ്പൊ നമ്മൾ റിയൽ ഒരു ഫൂട്ടേജിന്റെ കൂടെ നമ്മളെ വക ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഉണ്ടെങ്കിലും അത് യെസ് കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസുകൾ ചെയ്താൽ, അപ്പൊ നിങ്ങളൊരു കാർട്ടൂൺ വീഡിയോ, അപ്പൊ അങ്ങനത്തെ ഒക്കെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും യെസ് കൊടുക്കേണ്ട കാര്യമില്ല. ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള മീനിങ്ങിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ കുറെ കൺഫ്യൂഷന് മാറി കിട്ടുന്നതാണ്.
മൂന്നാമത്തെ അപ്ഡേറ്റ് വളരെ മികച്ചൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. സാധാരണ നമ്മൾ ഷോർട്സിൽ ലൈവ് ചെയ്യുമ്പോൾ ഷോർട്സിൽ നമുക്ക് ഇങ്ങനെ ലൈവ് കാണാൻ പറ്റില്ല, ഷോർട്സ് റേഷ്യോയിൽ വെർട്ടിക്കൽ ലൈവ് എന്ന് പറയും. അത് നമുക്കറിയാം, നമ്മൾ ആ ഒരു ഷോർട്സിന്റെ റേഷ്യോയിലാണ് ലൈവ് ചെയ്യുക. എന്നാൽ ഇനി മുതൽ വെർട്ടിക്കൽ അല്ലാതെ ഹൊറിസോണ്ടൽ ലാൻഡ്സ്കേപ്പ് മോഡിലും നമുക്ക് ഈ ഷോർട്സ് റേഷ്യോയിൽ ആ ഷോർട്സ് ഫീഡിൽ ലൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ്. കാരണം നമുക്ക് റവന്യൂ കൂടാനും മിഡ് റോൾ ആഡ്സ് ഒക്കെ വരാനൊക്കെ കൂടുതൽ സാധ്യതയുണ്ട്. ഇപ്പൊ നമുക്കറിയാം സ്ലൈഡ് ബൈ സ്ലൈഡ് ആഡ്സുകളൊക്കെ ലൈവിന്റെ ഇടയിൽ വരാനുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ് അത് കൂടാതെ ഈ രീതിയിൽ റവന്യൂ നമുക്ക് ഇൻക്രീസ് ആകും ആഡ്സിലൂടെയൊക്കെ. എല്ലാവരും പറയാറുണ്ട് ലൈവിൽ റവന്യൂ കുറവാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ വരുമ്പോൾ നമുക്ക് റവന്യൂ കൂടുന്നതാണ്. ഒരുപാട് പേര് ഇപ്പോൾ ലൈവിലേക്ക് കൂടുതൽ പേര് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈവിലും യൂട്യൂബ് വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഷോർട്സിൽ ഇനി മുതൽ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ലൈവും രണ്ടും സപ്പോർട്ട് ചെയ്യുന്നതാണ്. വളരെ മികച്ചൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നാലാമത്തെ അപ്ഡേറ്റ്, ക്രിയേറ്റർ ലൈക്നെസ് ID എക്സ്പാൻഷൻ. അതായത് ഇനി മുതൽ നമ്മുടെ ഫേസ്, അതുപോലെ നമ്മുടെ ഓഡിയോ, ഇതൊക്കെ യൂട്യൂബിൽ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുകയാണ്. അതായത് നമ്മുടെ സമ്മതമില്ലാതെ നമ്മുടെ ഫേസ് വേറൊരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് വേറൊരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ലൈക്നെസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ കോപ്പിറൈറ്റ് മാച്ച് ടൂൾ, നമ്മുടെ വീഡിയോ ഒരാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോപ്പിറൈറ്റ് മാച്ച് ടൂൾ വഴി സ്ട്രൈക്ക് കൊടുക്കുമല്ലോ. അതുപോലെ തന്നെ ഇനി നമുക്ക് യൂട്യൂബ് റിപ്പോർട്ട് നമുക്ക് തരും. നമ്മുടെ ഫോട്ടോ ഒരാൾ നമ്മുടെ സാമ്യമുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ വെച്ച് നമ്മളെ സമ്മതമില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് അത് നമുക്ക് യൂട്യൂബിന് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും. അത് ഇവിടെ ഈ ഒരു ലൈക്നെസ്സിൽ നമുക്ക് മാച്ചിങ് വരുന്നതാണ്, യൂട്യൂബിന്റെ റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആക്ഷൻ എടുക്കാൻ കഴിയുന്നതാണ്. നല്ലൊരു അപ്ഡേറ്റ് ആണ്. 18 വയസ്സ് കഴിഞ്ഞ എല്ലാ ക്രിയേറ്റേഴ്സിനും ഇത് ലഭിക്കാൻ പോവുകയാണ്. കുറെ പേർക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക്, നമുക്കറിയാം AI ഒക്കെ വന്ന ശേഷം ഒരുപാട് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ AI വീഡിയോസുകൾ വരുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഈ ഒരു ടൂളിന്റെ ഒരു പ്രാധാന്യം വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ കോപ്പിറൈറ്റ് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു യൂസിങ് വെക്കാൻ ഈ ഒരു ലൈക്നെസ് എന്നുള്ള ഈ ഒരു പുതിയൊരു ഓപ്ഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വന്നിട്ടുള്ള അപ്ഡേറ്റുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് എന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാകും, നിങ്ങൾ കമൻ്റായിട്ട് പറയുക. അഞ്ചാമത്തെ അപ്ഡേറ്റ്, സാധാരണ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ യൂട്യൂബ് ക്രിയേറ്റ് ആപ്പ് ഉണ്ട്. അതുപോലെ ഷോർട്സിൽ റീമിക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് AI ടൂളുകൾ നമ്മളെ എഡിറ്റിംഗ് വേഗത്തിലാക്കാനും കൂടുതൽ മികച്ചതാക്കാനും വേണ്ടിയിട്ടുള്ള കൂടുതൽ ടൂളുകളും ഫെസിലിറ്റീസും യൂട്യൂബ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഫീച്ചറിലൂടെ ക്രിയേറ്റേഴ്സിന് വളരെ ഈസി ആയിട്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട് നല്ല മികച്ച ഷോർട്സുകൾ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു അപ്ഡേറ്റിന്റെ ഒരു പ്രത്യേകത. ആറാമത്തെ അപ്ഡേറ്റ്, സാധാരണ ഷോർട്സുകളിലൊക്കെ നമ്മൾ എഫക്റ്റുകൾ നമ്മൾ മാനുവൽ ആയിട്ട് ചെയ്യണമായിരുന്നു. എന്നാൽ ഇനി മുതൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പ്രോംപ്റ്റ് വഴി നമുക്ക് എന്തെങ്കിലും സിമ്പിൾ ആയിട്ടൊരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഷോർട്സുകളിൽ നമുക്ക് ഈ ഒരു എഫക്റ്റുകൾ കൊടുക്കാൻ കഴിയുന്ന അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള AI ടൂളുകളാണ് വരുന്നത്. ഇനി മുതൽ പ്രോംപ്റ്റ് വഴി നമുക്ക് എഫക്റ്റുകൾ വളരെ സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ആ എഫക്റ്റ് ആ ഒരു ഷോർട്സിൽ വർക്ക് ആകുന്നതാണ്. ഏഴാമത്തെ അപ്ഡേറ്റ് എനിക്ക് പേഴ്സണലി വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് സാധാരണ നമ്മളെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ റീയൂസർ വന്നാലും ഇന്നോതന്റിക് ഒക്കെ വന്നാലും നമ്മൾ ഓരോ വീഡിയോ എടുത്ത് ചെക്ക് ചെയ്തിട്ടാണ് അതിന്റെ റീസൺ കണ്ടെത്തൽ. അതിന്റെ കൂടെ നമ്മൾ എപ്പോഴും കാണുന്നൊരു സംഭവമാണ് സ്പാം ആൻഡ് ഡിസെപ്റ്റീവ് ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ആ ഒരു പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണാമല്ലോ. അപ്പൊ ആ സ്പാം ആൻഡ് ഡിസെപ്റ്റീവ് ആക്ടിവിറ്റീസ് എന്നൊക്കെ കാണുമ്പോൾ ആക്ച്വലി നമ്മളത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് ഇവിടെ നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് എന്നറിയാൻ, ഇപ്പൊ ഇതിൽ വലിയൊരു അപ്ഡേറ്റ് വന്നു എന്ന് പറയാൻ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ നമുക്കത് എന്താണെന്ന് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ നമ്മുടെ ചാനലിൽ എന്ത് മിസ്റ്റേക്കാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒന്നുകൂടി ക്ലാരിറ്റിയിൽ മനസ്സിലാക്കാൻ കഴിയും. ആ രീതിയിൽ അതിലൊരു മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് യൂട്യൂബ് പറയുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അപ്ഡേറ്റ് ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ റീയൂസ്ഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്,
ഇനോതന്റിക് വന്നു കഴിഞ്ഞാൽ അത് ഏത് വീഡിയോക്കാണ് സംഭവിച്ചത് എന്ന് യൂട്യൂബ് പറഞ്ഞിരുന്നെങ്കിൽ, ഏതെല്ലാം വീഡിയോസിൽ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഇപ്പൊ ആ റെസ്ട്രിക്ഷൻസ് എന്നുള്ള ഭാഗം പോലെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിരുന്നു. കാരണം നമുക്കത് പെട്ടെന്ന് കണ്ടെത്തി മാറ്റങ്ങൾ വരുത്താം, ഡിലീറ്റ് ചെയ്യാം. അപ്പൊ ആ രീതിയിൽ ഇത് വന്നിട്ടില്ലെങ്കിലും ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് എവിടെയാണ് തെറ്റ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒരു സ്പാം ആൻഡ് ഡിസെപ്റ്റീവ് എന്നുള്ള ആ ഒരു സെക്ഷനിലെങ്കിലും കഴിയുമെന്നുള്ളതാണ് ഇപ്പൊ യൂട്യൂബ് പറയുന്നത്. അത് ക്ലാരിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ ഏത് അപ്ഡേറ്റുകളാണ് യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, അപ്പൊ ഇത് എങ്ങനെ നിങ്ങൾ നോക്കിക്കാണുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക. എനിക്കത് പേഴ്സണലി നല്ല അപ്ഡേറ്റുകളായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. മാത്രമല്ല, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് അടുത്ത വീഡിയോ എന്താണ് വേണ്ടത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക. ഞാനിപ്പോൾ കമന്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുപോകാതെ അത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായാലും തുറന്നു പറയുക. അതുപോലെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തുക. നിങ്ങൾക്ക് യൂട്യൂബ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.